നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള നീക്കങ്ങളാണ് നിയമസഭയിൽ എങ്ങനെയും വിജയിച്ച് മതിയാവൂ എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കണ്ടിരുന്നു 5 or 6 MP കേരളത്തിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയിരുന്ന ഒരു സ്ട്രാറ്റജി, ആ ഒരു കമ്മിറ്റി രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള സ്ഥാനാർത്ഥി നിർണയവും അതുപോലെ തന്നെ നിയമസഭയിലും നടപ്പാക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പോയാൽ ഇനി കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആരൊക്കെ സ്ഥാനാർത്ഥികളായി വരും, അല്ലെങ്കിൽ നിലവിലുള്ള MLA-മാർ തന്നെ വീണ്ടും MLA-മാരായി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? നോക്കൂ, അതായത് ഈ നിലവിലെ സിറ്റിംഗ് സീറ്റുകളിലെ MLA-മാരെ എല്ലാം മത്സരിപ്പിക്കണമെന്നും അത് സീറ്റ് നിലനിർത്താൻ സഹായകമാകുമെന്നുള്ള തരത്തിലുള്ള സൂചനകൾ UDF ക്യാമ്പിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ പറഞ്ഞത് 50% യുവാക്കളെയും സ്ത്രീകളെയും ഈ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ളത്. കേരളത്തിൻ്റെ ഒരു പൊതുവെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നിലവിലത്തെ സാഹചര്യത്തിൽ UDF-ന്റെ സിറ്റിംഗ് MLA-മാരെക്കാളും പുതുമുഖങ്ങളെ ഇറക്കുന്നത് വരും മണ്ഡലങ്ങളിൽ, അതായത് പിടിച്ചെടുക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിൽ സീനിയർ നേതാക്കളെ ഇറക്കുകയും കിട്ടാൻ സാധ്യതയുണ്ട് ഒരു 50-50 ചാൻസ് എന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ യുവാക്കളെയും സ്ത്രീകളെയും ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെനട്രേഷൻ എളുപ്പമാകും എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ചർച്ചകൾ. പിന്നെ MP-മാരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞ പോലെ 6 MP-മാർ കേരളത്തിൽ മത്സരിക്കും. പക്ഷേ എന്താണ് ചെയ്യുന്നത്, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളെല്ലാം തന്നെ UDF-നൊപ്പം നിർത്താമെന്നുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു ഉറപ്പ് ഈ സിറ്റിംഗ് MP-മാർ നൽകിയില്ല എങ്കിൽ അവർക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ട്രെൻഡ് മാറുകയാണെങ്കിൽ ഇപ്പോൾ ഷാഫി പറമ്പിൻ്റെ വടകരയായാലും കൊടിക്കുന്നിൻ്റെ മാവേലിക്കരയായാലും കപ്പിനി ചുണ്ടിനോടെ CPM-ന് നഷ്ടപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലമായാലും ശശി തരൂർ മത്സരിക്കുന്ന തിരുവനന്തപുരമൊക്കെ BJP പിടിക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് UDF പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതായത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആൾക്കാരെ അല്ലെങ്കിൽ വ്യക്തികളെ ജയിപ്പിച്ചെടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അതായത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ നെഗോഷിയേഷൻസിന്റെ ഭാഗമായി ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നതിൽ യാതൊരുവിധ പരിഭവവും അവർ പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള, നേരത്തെ അറിയാം മലബാർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം സീറ്റുകളുടെ പെനട്രേഷൻ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കൊല്ലം ജില്ലയിലും അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലും മറ്റ് മലയോര മേഖലകളിലും എല്ലാം തന്നെ മുസ്ലിം ലീഗിന്റെ പെനട്രേഷൻ ഉണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഈ കക്ഷി ചർച്ചകൾ പ്രകാരം അല്ലെങ്കിൽ അത്തരത്തിലൊരു കടുംപിടുത്തം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ മികവാർന്ന പ്രവർത്തനവും അവർക്ക് കിട്ടിയ സീറ്റുകളുടെ എണ്ണവും നോക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ക്ലെയിം വയ്ക്കാൻ പറ്റും. UDF-ലെ ഒരു രണ്ടാം കക്ഷി എന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചാൽ തള്ളിക്കളയില്ല. പക്ഷേ എന്താണ്, അവർ അത്തരത്തിലൊരു സമ്മർദ്ദത്തിന് അവിടെ വഴങ്ങുന്നില്ല. എല്ലാം കോൺഗ്രസിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. വലിയൊരു സമ്മർദ്ദത്തിലേക്ക് എത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം 4ാം മന്ത്രിസ്ഥാനമൊക്കെ ചോദിച്ചുകൊണ്ട് വലിയൊരു വിവാദം UDF-ൽ ഉയർന്നു വന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തായാലും അത്തരത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്കും പോകാനായിട്ട് UDF ഈ ഘട്ടത്തിൽ ഒരുങ്ങുന്നില്ല. അവർ ടീം UDF ആയി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന തീരുമാനപ്രകാരം സിറ്റിംഗ് സീറ്റുകളിൽ MLA-മാർ, നിലവിലത്തെ കോൺഗ്രസ് MLA-മാർ മത്സരിക്കുക എന്ന തീരുമാനത്തിൽ നിന്നും കോൺഗ്രസ് പുറകോട്ട് പോയില്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളെ പോലെ ഒരുപാട് യുവാക്കൾ, അതായത് DYFI-യുടെയും CPM-ന്റെയും യുവാക്കളെ എടുത്തു നോക്കുമ്പോൾ കോൺഗ്രസിന്റെ 2ാം നിരയും 3ാം നിരയും ജനങ്ങൾക്ക് സുപരിചിതരാണ്. അവർക്ക് എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം തന്നെ ഇല്ലാത്തൊരു സാഹചര്യമാണ്. അതായത് കർക്കശക്കാരായിട്ടുള്ള തലക്കനം വെച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെയും DYFI-യുടെയും നേതാക്കൾ ചാനൽ ചർച്ചകളിലല്ലാതെ കോൺഗ്രസിനൊരു പ്രത്യേക രീതിയിൽ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് അവർക്ക് സ്വാഭാവികമായി വളർന്നു വന്ന സാഹചര്യത്തിൽ, സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന സാഹചര്യത്തിൽ അവർക്ക് സ്വതസിദ്ധമായി കിട്ടിയ ഒരു ഗ്രൂമിങ് എബിലിറ്റി ഉണ്ട്. അത് ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം. എല്ലാ കോൺഗ്രസ് നേതാക്കൾ, ഒരു വ്യക്തി നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, ഇദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റച്ചട്ടം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ആ ഒരു സാധനം, ആ ഒരു കൃത്യമായിട്ടുള്ള നിരീക്ഷണം അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് 2ാം തലമുറയിലും 3ാം തലമുറയിലും പെട്ടുന്ന യുവാക്കളിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യമില്ലേ, 50% റിസർവേഷൻ എന്നല്ല, യുവാക്കളെ പരിഗണിക്കുമെന്ന്. പിന്നെ ഈ 50% യുവാക്കളെ പരിഗണിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ 70 സീറ്റുകൾക്ക് അകത്തുള്ള സീറ്റുകളിൽ
ഈ സിറ്റിംഗ് MLA-മാരെ പരിഗണിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അല്ല, ഇപ്പോ ഇത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UDF എടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അത് VD സതീഷിന്റെ ഈ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു നിരീക്ഷണമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് തിരിച്ചടിയാവുന്ന രീതിയിലായിരിക്കില്ലേ കോൺഗ്രസ് പിന്നീട് ഇപ്പൊ നിലവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള രീതിയിൽ? അല്ല, ഇതെല്ലാം തന്നെ റിപ്പോർട്ടുകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ വരുന്ന മാധ്യമ വാർത്തകൾ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം നോക്കൂ, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാണ് CPM-ഉം BJP ലക്ഷ്യമിടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, പറവൂർ മണ്ഡലത്തിൽ CPI-യിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ CPM-ന്റെ സ്റ്റാർ സ്ഥാനാർത്ഥി എവിടേക്ക് വരുന്നു? K. സുധാകരനെ കണ്ണൂരിലേക്ക് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഉദുമയിലേക്ക് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. കണ്ണൂർ എവിടെയാണെന്ന് കൃത്യമായി ഇപ്പൊ ധർമ്മടത്ത് മത്സരിച്ചാലും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാവരും ചോദിച്ചിരുന്ന ചോദ്യമുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എല്ലാവരും ഒരു മണ്ഡലത്തിൽ വിജയിച്ചാൽ അവിടെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഉരസലുകൾ വരാതെ അവിടെ നിന്ന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ അതിലേക്ക് വരെ എത്തിയേക്കാം. ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഇപ്പോൾ കോൺഗ്രസ് അങ്ങനെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകുമോ എന്നറിയില്ല. അതിൻ്റെ ഒരു ക്ലെയിം വെക്കാൻ കഴിയുമെങ്കിലും പാർലമെന്ററി ബോഡി കൂടിയതിനു ശേഷം നാഷണൽ മാൻഡേറ്റുകൾ അനുസരിച്ചായിരിക്കും വരാൻ പോകുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇപ്പം പിണറായി വിജയനാണ് നയിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ധർമ്മടം മണ്ഡലം എടുക്കുക. ധർമ്മടം മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിലാണെങ്കിൽ VD സതീശനാണ് ഏറ്റവും കൂടുതൽ ക്ലെയിം നിൽക്കുന്നത്, അല്ലെങ്കിൽ KC വേണുഗോപാലിനാണ് മുൻതൂക്കം. ഈ അമിക്കബിൾ സൊല്യൂഷൻ ഇന്നർ പൊളിറ്റിക്സിനകത്ത്, അതായത് സംഘടനയ്ക്കകത്ത് കാണുമല്ലോ, പറഞ്ഞു വെച്ചതിന് ശേഷമായിരിക്കുമല്ലോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവർ 3 പേര് BJP-യുടെ കാൻഡിഡേറ്റ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, അവരങ്ങനെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ 34 സീറ്റുകളാണ് ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോൾ അവർ 3 പേര് ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പോരാട്ടമാവും. അത്തരത്തിലൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് CPM തുനിയുമ്പോൾ കോൺഗ്രസ് കൃത്യമായി ഈ സിറ്റിംഗ് MLA-മാരെ നിർത്തിക്കൊണ്ട് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമാകുന്ന ഒരു കാര്യമല്ല. അത് പലതും നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അവിടെ യുവാക്കളുടെ കൃത്യമായിട്ടുള്ള പെനട്രേഷൻ ഒന്നാം നിരയിലും രണ്ടാം നിരയിലും പെട്ട യുവാക്കളെ അവിടേക്ക് ഇറക്കി വിടണമെന്നാണ് പറയാനുള്ളത്. അല്ല, ഇപ്പോ ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു അയഞ്ഞ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു തർക്കത്തിനില്ല, പൂർണ്ണമായും എല്ലാ അധികാരങ്ങളും UDF-ന് വിട്ടു നൽകിയിരിക്കുകയാണ്. UDF പറയുന്നിടത്ത് മത്സരിക്കും, ഒരു തർക്കത്തിന് തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, 25ഓളം സീറ്റുകളിൽ 15 സീറ്റുകൾ ഇവർക്ക് വിജയിച്ചു കയറാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു തർക്കമില്ലെങ്കിൽ പോലും ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഇതിനെ വഴങ്ങിക്കൊടുത്താലും മറ്റു പല ഘടകകക്ഷികൾ, ഇപ്പോൾ PV അൻവർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ CK ജാനുവിനെ ഇത്തരത്തിൽ അസോസിയേറ്റ് അംഗമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം മറ്റു പല ഘടകകക്ഷികളുണ്ട്. ജോസഫ് ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അല്ല, അതിനെല്ലാം UDF വഴങ്ങി കൊടുക്കുന്ന ഒരു സാഹചര്യമാണല്ലോ കാണുന്നത്. അത് എറണാകുളം ജില്ലയിൽ അവര് എനിക്ക് തോന്നുന്നു ജനുവരി 10-ാം തീയതിക്കകത്ത് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കും. അതിവേഗം ബഹുദൂരം എന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലം സീറ്റൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. ഷിബു തക്കംപുറത്തെ പോലുള്ളവരാണ് മത്സരിക്കുക എന്നുള്ളതിന് ക്ലിയർ മെസ്സേജ് നൽകി കഴിഞ്ഞു. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കിയ 2-3 ജില്ലകളിൽ ഒന്നായിരുന്നു എറണാകുളം ജില്ല, അതേപോലെ തിരുവനന്തപുരം ജില്ല. അത് അവർക്ക് മെറിറ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു, അതിന്റെ റിസൾട്ട് വരികയും ചെയ്തു. അപ്പോൾ ഈ ഇത്തരത്തിൽ മുന്നണികൾക്കകത്തുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഈ അൻവറേയും CK ജാനുവിനെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും മറ്റ് ഈർക്കിളി പാർട്ടികളെ എല്ലാം തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകും. ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ച് കാണിച്ചതാണെന്നേ. തദ്ദേശത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 80ഓളം സീറ്റുകൾ ഇപ്പോൾ നിലവിൽ അവരുടെ കയ്യിലുണ്ട്. അത് ട്രാക്കാക്കി മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് കൃത്യമായി 84 86 സീറ്റുകളിലേക്ക് എത്താൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും എന്താണ്, 57 മുതൽ 68 സീറ്റുകൾ വരെ ഇപ്പോഴും LDF-ന്റെ പക്കലുണ്ട്. 4 മുതൽ 10 സീറ്റ് വരെ വോട്ട് ഷെയർ പ്രകാരം 11.6% വോട്ടുകൾ വെച്ച് BJP-യുടെ ഉണ്ട്. അത് ഒരു മണ്ഡലത്തിലേക്ക് ക്രോഡീകരിക്കുന്നത് കണക്കിരിക്കും. ഈ 4 സീറ്റ് കിട്ടുമോ 10 സീറ്റ് കിട്ടുമോ എന്നുള്ള ആ ഒരു രീതി. അപ്പോൾ ഈ സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലത്തെ MLA-മാരെ മത്സരിപ്പിക്കുന്നതിനോട് പൊതുവെ ചർച്ചകൾ ഉയരുന്നത് താല്പര്യമുള്ള കാര്യമല്ല. അവിടെ യുവാക്കൾ കടന്നു വരണം, സ്ത്രീകളുടെ പ്രാതിനിധ്യം കടന്നു വരണം. ആ തീരുമാനം ഏതെങ്കിലും തരത്തിൽ UDF ക്യാമ്പിൽ ചർച്ചയായിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം മാറ്റി പരീക്ഷിക്കുക. നോക്കൂ, കൊല്ലം ജില്ലയിൽ കുണ്ടറ മണ്ഡലം കഴിഞ്ഞ തവണ മത്സരിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. JMC അമ്മയുടെ മണ്ഡലമായിരുന്നു, അവർ മന്ത്രിയായിരുന്നു. അതിനുശേഷം ആരും മത്സരിക്കാനില്ലാതെ PC വിഷ്ണുനാഥനെ അവിടെ ചെങ്ങന്നൂർ വിഷ്ണുനാഥനെ അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് അദ്ദേഹം പിടിച്ചെടുത്ത മണ്ഡലമാണ്. അത് ഇനി പോകാൻ സാധ്യതയില്ല. പക്ഷെ അത്തരത്തിലുള്ള സീറ്റുകൾ ഒഴികെയുള്ള PC വിഷ്ണുനാഥനെ അവിടെ നിലനിൽക്കാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം ഇപ്പോൾ കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ
കൊല്ലത്ത് മൊത്തത്തിൽ വലത്തോട്ടൊരു കാറ്റ് വീശുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്? കോൺഗ്രസിന് കൃത്യമായി കോൺഗ്രസിനും CPM-നും ഉറപ്പിക്കാൻ കഴിയുന്ന കൃത്യമായ സീറ്റുകൾ ഇപ്പോൾ കുറവാണ്, സിറ്റിംഗ് സീറ്റുകൾ കുറവാണ് എന്ന് പറയുന്നത്. അതായത് ഈ രാഹുൽ രവീന്ദ്രൻ പറയുന്നത് പല കോട്ടകുത്തളങ്ങളും ആടിയെല്ലുന്നത് രാഷ്ട്രീയപരമായി ഭയങ്കര ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾക്കും വൻ അട്ടിമറികൾക്കും സാധ്യമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്ന 2026 നടക്കുക. അതിൽ പ്രധാനപ്പെട്ട ശക്തിയായി വോട്ട് ഷെയറുകൾ പിടിച്ചു മാറ്റുന്നതിന് പ്രധാനപ്പെട്ട ശക്തിയായി പല മണ്ഡലങ്ങൾക്കകത്തും BJP-യുടെ സാന്നിധ്യം നിർണായകമാകും.